ഹായ് എവ്രി വൺ. നമ്മൾ ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് പലപ്പോഴും മറന്നു പോകുന്ന ചിലതുണ്ട്. അത് നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് കാര്യത്തിലാണ്. ഒരു ജോലി ലഭിക്കുന്നതോടെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ നമ്മളങ്ങ് മറക്കുകയാണ്. ചിലരത് ഓർമ്മിക്കുന്നേയില്ല. മറ്റു ചിലരാണെങ്കിൽ ഇനി അത് ഓർമ്മിച്ചാലും അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെ ചിലവിനെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും. നമ്മുടെ ഫീൽഡിൽ നമുക്ക് ആവശ്യം വരുന്ന ഇത്തരം കാര്യങ്ങൾക്ക് ഒരല്പം പൈസ ചെലവാക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറഞ്ഞ രജിസ്ട്രേഷൻ ഫീ ഉള്ള ഒരു സിംഗിൾ ഡേ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ചില അറിവ് സമ്പാദിക്കുന്നത് നല്ലതല്ലേ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്തായാലും പുതിയ ഫിനാൻഷ്യൽ ഇയർ ഈ ഏപ്രിൽ സ്റ്റാർട്ടാവുകയാണല്ലോ. നമുക്ക് എന്ത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ എങ്ങനെ അറിവ് സമ്പാദിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനായി നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ എക്സ്പീരിയൻസ് ആളാവട്ടെ, ഫ്രഷർ ആവട്ടെ, അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആവട്ടെ, എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരുപാട് മെഡിക്കൽ എക്യുപ്മെൻറ്റ് കമ്പനീസ് ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലിങ്ക്ഡിനിലും മറ്റുമായി ചിലർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഫ്രീ ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ നമ്മൾ ഇവ പ്രയോജനപ്പെടുത്തി തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനായി പല കമ്പനികളും എത്രത്തോളം ടൈമും അവരുടെ റിസോഴ്സും സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. അത്യാവശ്യം ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവയൊക്കെ അവർ നിർമ്മിച്ചിരിക്കുന്നത്. കുറച്ച് നാളായിട്ട് ഞാൻ ഇതിൽ ചില പ്ലാറ്റ്ഫോംസ്, അതായത് ചില ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് വരുന്നുണ്ട്. മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യാറുമുണ്ട്. ഇത് കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ശ്രമമാണിത്. ബേസിക്കലി ഒരു 3 കാറ്റഗറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഫ്രീ പ്ലാറ്റ്ഫോം വിത്തൗട്ട് സർട്ടിഫിക്കറ്റ്. ഇത്തരം പ്ലാറ്റ്ഫോമിൽ കാണാൻ സാധിക്കുന്ന വീഡിയോസ്, PDF തുടങ്ങിയ മെറ്റീരിയൽസ് ആണ്. ഇവയൊക്കെ ഫ്രീ ആയി ആക്സസ് ചെയ്യാം. പക്ഷേ അവർ സർട്ടിഫിക്കറ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ രണ്ടാമതുള്ളത് ഫ്രീ പ്ലാറ്റ്ഫോം വിത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ട്രെയിനിങ് മൊഡ്യൂൾസ് ആയിരിക്കും. മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ളത് പെയ്ഡ് അല്ലെങ്കിൽ പ്രീമിയം പ്ലാറ്റ്ഫോംസ് ആണ്. ഇതുപോലുള്ള ഫെസിലിറ്റീസ് ഓൺലൈനായി അവൈലബിൾ ആണ് എന്നതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് വീഡിയോ ആണിത്. ഇതിൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതും എന്നാൽ ഫ്രീ ആയി ആക്സസ് ചെയ്യാവുന്നതുമായ ലേണിംഗ് പ്ലാറ്റ്ഫോം ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ നമുക്ക് ഇങ്ങനെ പ്രയോജനപ്പെടുത്താം. ഇത് പറഞ്ഞ് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. വീണ്ടും കാണാം.